السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ബയ്യിന, ലം യകുനില്ലദീന കഫറു എന്ന് തുടങ്ങുന്ന സൂറത്താണ്. വളരെ പ്രധാനപ്പെട്ട സൂറത്തുകൾ അഥവാ വല്ലുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള നാം പതിവായി ഓതുന്ന, നിസ്കാരത്തിലും അല്ലാതെയും ധാരാളം പാരായണം ചെയ്യുന്ന സൂറത്തുകളാണല്ലോ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സൂറത്തുൽ ബയ്യിന തെറ്റുകൂടാതെ പാരായണം ചെയ്തു പഠിക്കാം. തികച്ചും അന്ധതമുറ്റിയ, അധർമ്മം കൊണ്ടാടിയ, ഷിർക്കിലും കുഫ്റിലുമായി സർവ തെമ്മാടിത്തവും നടമാടിയ ഒരു ജനതയിലേക്കാണല്ലോ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന നാമത്താൽ വിശ്രുതരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ദീനുമായി സത്യപ്രബോധനവുമായി രംഗപ്രവേശനം ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കള്ളനെന്നും ഭ്രാന്തനെന്നുമൊക്കെ വിളിച്ചു. ശാരീരികവും മാനസികവുമായി ധാരാളം പീഡനങ്ങൾ ശത്രുക്കളിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കേണ്ടി വന്നു. എന്നുമാത്രമല്ല, സ്വന്തം നാടായ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിന് വേണ്ടി ഒന്നും കൽപ്പിച്ചിട്ടില്ല, അവർക്കു വേണ്ടിയാണ്, അവരുടെ പരലോക വിജയത്തിനു വേണ്ടിയാണ്. ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യം, മുഖ്ലിസീങ്ങളായി അഥവാ നിഷ്കളങ്കരായി നിങ്ങളെ പടച്ച റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യണം, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് നിങ്ങൾ നൽകണം. ഇതൊക്കെയാണ് കൽപ്പിച്ചത്. ഇതാണ് അള്ളാഹുവിൻ്റെ ദീൻ, ശരിയായ മതം. ഇതും മാത്രമാണ് ശരിയായ ദീൻ. വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും വിശ്വസിക്കാത്തവർ നരകത്തിലാണെന്നും വിശ്വസിച്ചവർക്ക് ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, വിശ്വസിച്ചു സൽക്കർമ്മം ചെയ്തവർക്ക് അടിവാരത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ ശാശ്വതമായി സ്വർഗീയ സുഖങ്ങൾ ലഭിക്കുന്നതാണ്. ആ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന സൂറത്താണ് നാം ഇന്ന് പഠിക്കുന്ന സൂറത്തുൽ ബയ്യിന. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം. ആദ്യം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. ശേഷം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. لم يكن الذين, ലം സാക്കിനായ മീമാണ്, ശേഷം യാ വന്നതിനാൽ ഇൽഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കി ലം യകുനി ഇങ്ങനെയാണ് ഓതേണ്ടത്. അടുത്ത പദമായ അല്ലദീന ചില ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതാണ്. അല്ലദീന എന്നതിലെ ദാലായി മാറിപ്പോകാൻ പാടില്ല. അല്ലദീന കഫറു മിൻ അഹ്ലി, അഹ്ലി എന്ന പദത്തിലെ ഹാ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവ്യക്തമായി പോകും. ഹാ ഇല്ലാത്തതുപോലെയൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്.
അതോടൊപ്പം ഹായിൽ കൽക്കല കൊടുക്കേണ്ടതുമില്ല. ചിലരൊക്കെ ഓതുന്നത് പോലെ അഹ്ലി എന്നല്ല, അഹ്ലി. അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. വൽ ഷീൻ തഫഷി എന്ന് പറയുന്ന സിഫത്ത്, അഥവാ കാറ്റ് പരക്കണം ഷീൻ ഉച്ചരിക്കുമ്പോൾ. വൽ മുശ്രിക്കീന മുൻഫക്കീൻ. മുൻഫക്കീൻ മണിക്കണം, മണിച്ചുകൊണ്ട്, അഥവാ ഇഖ്ഫാ എന്ന് പറയുന്ന സിഫത്ത് നൽകിയാണ് ഓതേണ്ടത്. മുൻഫക്കീന ഹത്ത. ഹത്ത ഹ ആണ്, ഹ ആയി പോകാൻ പാടില്ല. ഹ. ഹത്ത തഅതിയഹുമുൽ ബയ്യിനഹ്. തഅതിയ എന്ന പദത്തിലെ ഹംസയിൽ പലരും തന്നെ കൽക്കല കൊടുത്തുകൊണ്ട് തഅതിയ എന്നാണ് ഓതാറുള്ളത്. അങ്ങനെയല്ല, ഹംസയിൽ കൽക്കല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സിഫത്ത് നൽകരുത്. ആ സിഫത്ത് നൽകാതെ തഅതിയഹുമുൽ ബയ്യിനഹ്, ഹത്താ തഅതിയഹുമുൽ ബയ്യിനഹ്. ബയ്യിനഹ് അവസാനത്തെ ആ താ, ഹാ താ ആണ്, താ ഉൽ മർബൂത്ത എന്ന് പറയും. ഹാ താ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയും ശേഷമുള്ള പദത്തോടുകൂടെ ചേർത്തോതുമ്പോൾ താ ആയുമാണ് ഉച്ചരിക്കേണ്ടത്. ബയ്യിനഹ് വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയി, ശേഷമുള്ള പദവുമായി ചേർത്തോതുമ്പോൾ ഹത്താ തഅതിയഹുമുൽ ബയ്യിനതു റസൂലും മിനല്ലാഹ്. ബയ്യിനതു താ ആയും ഉച്ചരിക്കണം. അടുത്തായത് റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറഹ്. റസൂലും മിനല്ലാഹ് മണിക്കണം. മിനല്ലാഹി ഹാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മിനല്ലാഹ്, അല്ലാഹ്, ലാമിനെ തഫ്ഖീം ചെയ്തുകൊണ്ട് തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. മിനല്ലാഹി യത്ലൂ. യത്ലൂ ഈ ഒരു പദത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് താ ആണ്, രണ്ട് തായിൽ സുക്കൂനാണ്. പലരും ഇവിടെ തായിനെ സീന് പോലെ യത്ലൂ, യത്ലൂ ശക്തമായ കാറ്റോടുകൂടെ ഉച്ചരിക്കാറുണ്ട്. അത് പിഴവാണ്. അങ്ങനെ ശക്തമായ കാറ്റോടുകൂടെ ഉച്ചരിക്കാൻ പാടില്ല. ശരിയായ രൂപം യത്ലൂ, യത്ലൂ. സുഹുഫൻ. സുഹുഫൻ ഇവിടെ സ്വാദാണല്ലോ, സീനായി പോകാൻ പാടില്ല. സുഹുഫൻ എന്നല്ല, സുഹുഫൻ. യത്ലൂ സുഹുഫൻ മുതഹ്ഹറഹ്. മുത്ത ആണ്, താ ആയി പോകാൻ പാടില്ല. മുതഹ്ഹറഹ്. ഹായിൽ ശബ്ദ വരുമ്പോൾ ആ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കണമെങ്കിൽ ഒന്ന് പരിശീലിക്കണം. മുതഹ്ഹറഹ്, മുതഹ്ഹറഹ്. ചിലരൊക്കെ ഇവിടെ മുതഹ്ഹ എന്ന് ഓവർ കട്ടി കൂട്ടി ഉച്ചരിക്കാറുണ്ട്. വേണ്ടതില്ല, മിതമായ രൂപത്തിൽ മതി. എന്നാൽ ഹായിൽ ശ്രദ്ധയില്ലാത്തതുപോലെ ആയി പോകാനും പാടില്ല. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറഹ്. മറ്റൊന്ന് യത്ലു എന്നതിലെ തായിൽ തീരെ കാറ്റില്ലാതെ താ ഇല്ലാത്തതുപോലെ യത്ലു, ആ ഒരു ഉച്ചാരണവും ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമല്ല. യത്ലു സുഹുഫൻ തൊട്ടടുത്ത പദം. സ്വാദ് സീനായി പോകാൻ പാടില്ല. സുഹുഫൻ എന്നല്ല, സ്വാദാണ്. മുതഹ്ഹറഹ്. മുത്ത താ ആണ്, താ ആയി മുത്ത എന്നല്ല ഉച്ചരിക്കേണ്ടത്. മുത്തഹ ഹായിലെ ശബ്ദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറഹ്. അടുത്തായത് ഫീഹാ കുതുബുൻ ഖയ്യിമഹ്. ഫീഹാ അവ്യക്തമായി പോകാൻ പാടില്ല. കുതുബുൻ ഖ അവിടെ മണിക്കുകയും ചെയ്യണം. മറ്റൊന്ന് ഖാഫാണ്, കാഫായി പോകാനും പാടില്ല. ഫീഹാ കുതുബുൻ ഖയ്യിമഹ്. അടുത്തായത്
وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما تفرق റായിൽ ഇങ്ങനെ റായിനെ പിടപ്പിക്കാനും പാടില്ല. തഫറഖ ഖാഫാണ്, കാഫായി മാറിപ്പോകാനും പാടില്ല. അല്ലദീന ദാലായി വ്യത്യാസപ്പെട്ടു പോകരുത്. ഊതുൽ കിതാബ ഇല്ല മിൻ ബഅദി മിൻ സുക്കൂനുള്ള നൂനാണ്, ശേഷം ബാ വന്നതിനാൽ ആ നൂനിനെ മറിച്ചു മീമാക്കി ഉന്നത്തോടെ ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്നാണല്ലോ അതിന് പറയുക. ഇഖ്ലാബ് എന്ന് പറയുന്ന ആ സിഫത്ത് നൽകി മിൻ ബഅദി അല്ലാതെ ചിലരൊക്കെ ഓതുന്നത് പോലെ മിൻ ബഅദി എന്നല്ല, മിം ആ സുക്കൂനുള്ള നൂനിനെ മീമാക്കി മറിക്കണം. അതോടുകൂടെ ഉന്നത്തും നൽകണം. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. മിൻ ബഅദി ഐൻ ശ്രദ്ധിക്കണം. മാ ജാഅത് നന്നായി മദ്ദ് ചെയ്യണം. മാ ജാഅത് സുക്കൂനുള്ള തായിൽ ശക്തമായ കാറ്റോടുകൂടെ മാ ജാഅത് ഈ രൂപത്തിലുള്ള ഉച്ചാരണവും പാരായണവും പാടില്ല. അല്പം കാറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനഹ وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. അടുത്തായത് وما أمروا إلا ليعبدوا الله مخلصين له الدين. وما أمروا നന്നായി മദ്ദ് ചെയ്യണം. ഉമിറൂ ഇല്ല അവിടെയും നന്നായി മദ്ദ് ചെയ്യണം. ലിയഅ്ബുദു ഐനാണ് ശ്രദ്ധിക്കണം. ലിയഅ്ബുദുല്ലാഹ് അല്ലാഹ് ലാമിനെ തടിപ്പിച്ചുകൊണ്ട് തഫ്ഖീം എന്ന് പറയുന്ന സിഫത്ത് നൽകി അല്ലാഹ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. മറ്റൊന്ന് മുഖ്ലിസീന ആണ്. മുഖ്ലിസീന എന്ന ഖായിൽ അല്പം കൽക്കല കൊടുക്കേണ്ടതില്ല, കൽക്കല കൊടുക്കാതെയാണ് ഓതേണ്ടത്. മുഖ്ലിസീ സ്വാദാണല്ലോ, സീനായി വ്യത്യാസപ്പെട്ടു പോകാൻ പാടില്ല. ലഹുദ്ദീൻ ലഹു വ്യക്തമായി പോകാൻ പാടില്ല. ലഹുദ്ദീന ഹുനഫാ ലഹുദ്ദീന ഹുനഫാ നന്നായി മദ്ദ് ചെയ്യണം. വയുഖീമുസ്സലാത വയുത്തുസ്സകാഹ് വയുഖീ ഖാഫ് കാഫായി പോകാൻ പാടില്ല. അസ്സലാത്ത സ്വാദാണ്, സീനായി വയുഖീമുസ്സലാത്ത എന്ന് ഓതാൻ പാടില്ല. വയുത്തുസ്സകാഹ് ഇവിടെയും സുക്കൂനുള്ള ഹംസയാണല്ലോ, ഹംസയിൽ കൽക്കല കൊടുത്തുകൊണ്ട് വയുഅ്തു ഈ രൂപത്തിലുള്ള ഓത്ത് ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. വയുഅ്തു ഇങ്ങനെയാണ് ഓതേണ്ടത്. വയുത്തുസ്സകാഹ് വയുഖീമുസ്സലാത വയുത്തുസ്സകാഹ് വദാലിക ദീനുൽ ഖയ്യിമ. വദാലിക് ദാലായി പോകാൻ പാടില്ല, ദാലായി തന്നെ ഉച്ചരിക്കണം. വദാലിക ദീനുൽ ഖയ്യിമ ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തായത് ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ. ഇന്നല്ലദീന അല്ലദീന എന്ന പദത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുമ്പുള്ള ആയത്തുകളിലൊക്കെ സൂചിപ്പിച്ചതാണ്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലി എന്ന പദത്തെക്കുറിച്ച് മുമ്പ് വിവരിച്ചതാണ്.
മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. മുശ്രിക്കീൻ ഷീനിലെ തഫഷി കാറ്റ് പരക്കുക, ആ കാര്യങ്ങളൊക്കെ മുമ്പ് സൂചിപ്പിച്ചതാണ്. ഫീ നാരി ജഹന്നം. ജഹന്നം ഹാനെ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് ജഹന്നം, ഷദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കുകയും ചെയ്യണം. ഖാലിദീന ഫീഹ. ഖാലിദീൻ, ഖാലിദീന എന്ന പദത്തിലെ ഹാഇനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫീഹ എന്ന പദത്തിലെ ഹാ അവ്യക്തമായി പോകാനും പാടില്ല. ഉലൈക ഹും ശർറുൽ ബരിയ. ഉലൈക നന്നായി മദ് ചെയ്യണം. ഹും ഷർറുൽ ബരിയ. ഷർറു റായിൽ ഷദ്ദുള്ളതിനാൽ റായിനെ പിടപ്പിച്ചുകൊണ്ട് ഷർറു ഇങ്ങനെ പിടപ്പിക്കാനും പാടില്ല. ഉലൈക ഹും ശർറുൽ ബരിയ. അടുത്തായത് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ഉലൈക ഹും ഖൈറുൽ ബരിയ. ഇന്ന ഷദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കണം, ഉന്നത്ത് ചെയ്യണം. അല്ലദീന ദാലായി പോകാൻ പാടില്ല, ദാലായി തന്നെ ഉച്ചരിക്കണം. ആമനു വഅമിലു ഐൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഅമിലു സ്വാലിഹാത്ത്. അസ്സാലിഹാത്ത് എന്ന പദത്തിലെ സ്വാദ് സീനായി മാറിപ്പോകാനും പാടില്ല. മറ്റൊന്ന് അസ്സാലിഹാത്ത് ഹ ആണ്, ഹ ആയി സ്വാലിഹാത്ത് എന്നല്ല, ഹ സ്വാലിഹാത്ത് എന്ന് തന്നെ ഉച്ചരിക്കണം. മറ്റൊന്ന് ഉലൈക നന്നായി മദ് ചെയ്യുക. ഹും ഖൈറുൽ ബരിയ. ബരിയ റായിനെ നേരിയതായ രൂപത്തിൽ രി ബരിയ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഉലൈക ഹും ഖൈറുൽ ബരിയ. അവസാനത്തെ ആയത്ത് ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. ജസാഉഹും നന്നായി മദ് ചെയ്യണം. ജസാഉഹും ഹാ അവ്യക്തമായി പോകാനും പാടില്ല. ഇൻദ അവിടെ മടിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം ദാലാണ് ഇഖ്ഫാ ചെയ്യണം, മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. റബ്ബിഹിം ഹാ പ്രത്യേകം ശ്രദ്ധിക്കണം. ജന്നാത്ത് മുമ്പുള്ള ആയത്തിൽ സൂചിപ്പിച്ചതാണല്ലോ, ഷദ്ദുള്ള നൂൻ നന്നായി മണിക്കുകയും ചെയ്യണം. അദ്നിൻ തജ്രി. അദ്നിൻ തജ്രി ഇവിടെയും മണിക്കണം, കാരണം തൻവീന് ശേഷം താ ആണ് ഇഖ്ഫാ ചെയ്യണം. തജ്രി മിൻ തഹ്തിഹ. മിൻ തഹ്തിഹ മണിക്കണം. തഹ്തിഹൽ അൻഹാർ. അൻഹാർ ഹ ആണ്. ഖാലിദീന ഫീഹാ അബദാ. ഖാലിദീൻ ഖ ആണ്. ഫീഹ അവ്യക്തമായി പോകാൻ പാടില്ല. ഫീഹ അബദാ. റളിയല്ലാഹു അൻഹും. ഇവിടെ ഫീഹ അബദൻ, അബദൻ എന്ന പദവും ശേഷമുള്ള റളിയല്ലാഹു എന്ന പദവും ചേർത്തോതുമ്പോൾ റായിൽ ഷദ്ദു കൊടുത്തുകൊണ്ട് ഒന്ന് കേട്ടു നോക്കൂ. ഫീഹാ അബദ റളിയല്ലാഹ് ഇങ്ങനെയാണ് ഓതേണ്ടത്. അബദ എന്ന പദത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഫീഹാ അബദ റളിയല്ലാഹു അൻഹും ഇങ്ങനെയുമാണ് ഓതേണ്ടത്. റളിയല്ലാഹു അൻഹും ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അൻഹും ഹാവും അവ്യക്തമായി പോകാൻ പാടില്ല. വറദൂ അൻഹു. വറദൂ ലാദാണ്, ലാ ആയി പോകാൻ പാടില്ല. അൻ ഐൻ അതേപോലെ തന്നെ അവസാനത്തെ ഹാ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ذلك لمن خشي ربه. ذلك ദാലല്ല ദാലാണ്, നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴെയറ്റം അതാണല്ലോ ദാലിൻ്റെ മഖ്റജ്, അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ذلك لمن خشي.
خشي ربه ذلك لمن خشي ربه رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. ഇനി നമുക്ക് ഈ സൂറത്ത് സംഘമായി ഓതി പഠിക്കാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية. جزاؤهم عند
عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രൂപത്തിൽ ഈ സൂറത്ത് ഓതി പഠിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.